ഹായ് ഫ്രണ്ട്സ്, എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു റെസിപ്പി നേരത്തെ അറിഞ്ഞില്ല എന്നാണ് കേട്ടോ ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ പപ്പടം വെച്ചിട്ട് ഇന്നൊരു മൊരിഞ്ഞ സമൂസ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. വളരെ സിമ്പിളാണ്. നമുക്കിതിന് ഷീറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമുക്കതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് മാത്രമേ റെഡിയാക്കി എടുക്കണ്ട കേട്ടോ. അതും വളരെ സിമ്പിളാണ്. നമുക്ക് ചായ തിളക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ ഈ പപ്പട സമൂസ. സൂപ്പർ. അപ്പോൾ ഞാനിത് ജസ്റ്റ് പൊട്ടിച്ച് കാണിച്ചു തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള മസാല. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പം വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ഉപ്പ് ഇട്ടൊന്ന് കുക്കറിൽ വേവിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം 3 മീഡിയം സൈസ് സവാള കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം 2-3 പച്ചമുളക് കൂടെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് പാകം ചെയ്യുന്ന വിധം അറിയണ്ടേ. അതിനായിട്ടൊരു പാൻ ഇതുപോലെ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ കരിഞ്ഞു പോകുന്നു വേണ്ട. ജസ്റ്റ് നമ്മുടെ സമൂസയൊക്കെ അതിലൊരു ഉള്ളി നമുക്ക് കടിക്കാൻ കിട്ടുള്ളൂ. ആ ഒരു ടൈപ്പ് മാത്രമേ നമുക്ക് ആക്കിയെടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് കുറച്ച് പച്ചമുളകാണ് കേട്ടോ. ഞാനിതിൽ കുറച്ച് പച്ചമുളക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. 2 എണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്തത്. അത് വേണ്ടാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ചിലർക്ക് ക്യാരറ്റിൻ്റെ ആ ഒരു ചൊയ പിടിക്കത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് വെന്ത് വരുന്ന വിധത്തിൽ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളവർക്ക് അത് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചതച്ചെടുത്താലും മതി കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരു 2 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ കുത്തി ചതച്ചെടുത്തതാണ് കേട്ടോ അത്. ഇനി നമുക്കിത് മസാലകൾ ഓരോന്നായിട്ട് ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നീട് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റായിട്ട് കുറച്ച് ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു സംഭവങ്ങളൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്. ആ മസാലയുടെ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ, അതങ്ങ് മാറുന്നത് വരെ ഒന്ന് ഇത് ഇളക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ ഞാൻ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങിൽ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി ഇലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് പീടികയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു മല്ലിച്ചപ്പല്ല, നമ്മുടെ വീട്ടിൻ്റെ വളപ്പിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു നീളം വെച്ച ആ ഒരു ഇലയുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അതാകുമ്പം കുട്ടികൾക്കൊക്കെ കെമിക്കൽ ഇല്ലാതെ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അവിടെ തണിയാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കിത് ആ പപ്പടത്തിലുള്ള പരിപാടി തുടങ്ങാം. പപ്പടം ഇതൊന്ന് കോൺ ഷേപ്പിൽ നമുക്ക് മടക്കി എടുത്തിട്ട്, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമാവാണ് കേട്ടോ. മൈദ ഉള്ളവർക്ക് മൈദ എടുക്കാം. എൻ്റെ കയ്യിൽ കടലമാവാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. മൈദയാണ് ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പടം സമൂസയുടെ ആ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് നമുക്കിത് പപ്പടം വലിയ പപ്പടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് 2 ഇതായിട്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാം. ഇത് വളരെ ചെറിയൊരു പപ്പടമാണ്, അതുകൊണ്ട് ഞാൻ ഒറ്റ ഇതിൽ തന്നെ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ കടലമാവാണ് ഇതിലേക്ക് ചേർത്ത് ഇവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടലമാവ് ആ ഒരു ഇതിൽ മിക്സ് ചെയ്തെടുത്തത് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വലിയ സൈസ് പപ്പടമാണെങ്കിൽ നമുക്ക് വലിയൊരു സമൂസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു ഫില്ലിങ്സ് ഞാൻ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെയും കുറച്ച് കടലമാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എണ്ണയിലൊക്കെ ഇടുമ്പം അടർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് വളരെ കുറച്ച് മാത്രമേ നമ്മളതിൻ്റെ മേലെ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് ഫുള്ളായിട്ട് മുക്കിയെടുക്കുന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ എനിക്ക് ആവശ്യമുള്ളത്ര സംഭവം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കടുത്തത് എണ്ണയിലിട്ട് പൊരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ എണ്ണ ഇവിടെ ചൂടാവുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഇതാ ഓരോരോ സമൂസകളായിട്ട് ഇതാ എടുത്തിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കിട്ടുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ ട്രിപ്പിൽ ഞാൻ 4 എണ്ണമാണ് ഇതിലേക്ക് പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. കുറേ എണ്ണം ഒപ്പരം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മറച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. 2 വശവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് മറച്ചിട്ട് കൊടുക്കുകയും കൂടെ വേണം. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം എന്താ ഈ ഒരു കളർ വരും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിതൊന്ന് വാങ്ങിച്ച് വെക്കുന്നുണ്ട്. ഒരു അരിപ്പക്കയിലെടുത്തിട്ട് അതൊന്ന് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു കാസറോളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ സെക്കൻഡ് ട്രിപ്പ് കൂടെ ഇതുപോലെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പട സമൂസ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒട്ടും വൈകാതെ ചായ, കട്ടൻ ചായ ആയാലും പാൽ ചായ ആയാലും കാപ്പി ആയാലും നമുക്ക് ഒരുപോലെ കഴിക്കാൻ വേണ്ടി പറ്റിയ ഒരു കിടിലൻ സമൂസയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകിക്കണ്ട, ഇപ്പം തന്നെ തയ്യാറായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഫീഡ്ബാക്ക് നിങ്ങൾ തീർച്ചയായും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.